ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിൻ്റെ ചില ഉത്തരങ്ങളിലൂടെ കടന്ന് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിച്ചു. മഹാനിയോഗം ഒരു വിശകലനം, അതിനെ സംബന്ധിക്കുന്ന ആമുഖമായ ചില പാഠങ്ങളാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ വളരെ പരിചയമുണ്ട്. എങ്കിലും അതിനെ സംബന്ധിക്കുന്നതായ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളതിൻ്റെ ആദ്യത്തെ കാര്യം ചിന്തിക്കാമെന്ന് കരുതുന്നു. പോയി പ്രസംഗിക്കണം. കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കൽപ്പനയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. മഹാനിയോഗം എന്നുള്ളതായ വാക്ക് ഓർമ്മയിൽ വരുമ്പോൾ കർത്താവിൻ്റെ ഈ കൽപ്പനയാണ് നമ്മൾ ആദ്യം ചിന്തിക്കാറുള്ളത്. പോയി പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ ഈ കൽപ്പന കർത്താവ് കൊടുക്കുമ്പോൾ പോയി എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളതായ കാര്യവും വളരെ കൃത്യമായി കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് പോയി പ്രസംഗിക്കണം എന്നുള്ളതായ ഈ കൽപ്പന എത്രയോ കൃത്യമായിട്ട് അനേക ദൈവദാസന്മാർ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ നമ്മൾ ഓർക്കേണ്ടുന്നതായൊരു കാര്യമാണ്. വ്യക്തികളായിട്ടത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, സ്ഥലം സഭകളായിട്ട് ഈ വലിയ ദൗത്യം കഴിഞ്ഞ നാളുകളിൽ നിർവഹിക്കുവാനായിട്ട് സഭകൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പഠന വിഷയത്തിൽ നമ്മൾ ഓർക്കുന്ന പോലെ ഇതിലൊക്കെ കുറവുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ഈ കൽപ്പനയുടെ കൃത്യതയിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് ഈ കൽപ്പന വളരെ കൃത്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആ വാക്യം നമുക്ക് മനഃപ്പാഠം അറിയാമായിരിക്കും. എങ്കിലും ഒന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട്, ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പോൾ അവിടെ ആ കൽപ്പന വളരെ വ്യക്തമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി വിശദാംശങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ പരിചയമുള്ളതാണ്. എങ്കിലും ഈ കൽപ്പനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ചില പ്രത്യേകതകൾ ഞാനൊന്ന് എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രസംഗിക്കാനുള്ള നിയോഗത്തിലുള്ള വിശാലത ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്കൊന്ന് അടിവരയിട്ടോളൂ. ഈ കൽപ്പന കർത്താവ് നൽകുമ്പോൾ ഈ നിയോഗത്തിലുള്ള വിശാലത വളരെ ശ്രദ്ധേയമാണ്.
എവിടെയൊക്കെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്? ഭൂലോകത്തിൽ ഒക്കെയും പോയി. അപ്പോൾ കർത്താവ് ഈ കൽപ്പന തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ എത്ര വിസ്തൃതമായ ഏരിയയിൽ അത് നിർവഹിക്കത്തക്കവണ്ണമാണ് കർത്താവ് കൽപ്പന കൊടുത്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. നമുക്കറിയാം, ഈ കൽപ്പന ഏറ്റുവാങ്ങിയ ശിഷ്യന്മാർ ലോകമെമ്പാടും ഈ ദൗത്യവുമായി കടന്നു പോയി എന്നുള്ളതും ചരിത്രം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് നൽകിയ ഈ കൽപ്പനയോട് എത്രയോ വിശാലമായിട്ടുള്ള അനുസരണമാണ് ശിഷ്യന്മാരും തുടർന്ന് ദൈവത്തിൻ്റെ സഭകളും നിർവഹിക്കാനിടയായിട്ട് തീർന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. ആ വിശാലതയിൽ മറ്റൊരു പ്രയോഗം കൂടി നമുക്ക് ചേർത്ത് ഓർക്കാനായിട്ട് കഴിയുമല്ലോ. ആ പ്രയോഗം ആ വാക്യത്തിലുണ്ട്. എന്താണത്? സകല സൃഷ്ടിയോടും. അപ്പോൾ ഈ നിയോഗ നിർവഹണത്തിൻ്റെ വിശാലതയിൽ ലോകത്തിൽ ഒരു സ്ഥലവും ഒഴിവാക്കപ്പെടുന്നില്ല, ഒരു വ്യക്തിയും ഒഴിവാക്കപ്പെടുന്നില്ല. അപ്പം നമ്മുടെ കർത്താവ് ഈ കൽപ്പന കൊടുക്കുമ്പോൾ എത്ര വിശാലമായ അർത്ഥത്തിൽ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് ഇത് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ പ്രധാനമായിട്ടും ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം, സുവിശേഷത്തിൻ്റെ സാർവത്രികത ഈ ബന്ധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ ആ കാര്യം പറയുമ്പോൾ തന്നെ അനേക വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞു മാത്രം പോകാം എന്ന് കരുതുന്നു. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ വലിയ സത്യത്തിൻ്റെ വിശദീകരണങ്ങൾ നാം ഉൾക്കൊള്ളാറുണ്ട്, പലപ്പോഴും അത് പ്രസംഗിക്കാറുമുണ്ട്. അതുകൊണ്ട് അത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഇത് പ്രസംഗം അപ്പോസ്തലന്മാരാരും നടത്തുന്നതല്ല, പിന്നെ ആര് നടത്തുന്നതാണ്? സ്വർഗത്തിലെ ദൂതൻ ഈ വലിയ പ്രഖ്യാപനം കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നടത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന തന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ആ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എത്രയോ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഞാനൊരു വാചകം മാത്രം പറഞ്ഞു പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്നുള്ളത് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. അവിടെ നിന്ന് ധാരാളം സത്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. പക്ഷേ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ ഈ പഠനത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഈ ജനനം കൊണ്ടുള്ളതായ അനുഗ്രഹം ആർക്കൊക്കെ ഉള്ളതാണ് എന്നുള്ളത് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക്
മനുഷ്യനായിട്ട് വരുമ്പോൾ ഇത് സർവ്വജനത്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതായ വലിയ സത്യം അവിടെ സ്വർഗത്തിലെ ദൂതൻ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഞാൻ ഈ വാക്യത്തിലൂടെ ഇന്ന് കടന്നു പോയപ്പോൾ ആ വാക്യത്തിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദാവീദിൻ്റെ പട്ടണത്തിൽ ആർക്കായി ജനിച്ചിരിക്കുന്നു? നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓർക്കാവുന്ന കാര്യമാണ്. കർത്താവ് ആർക്ക് വേണ്ടി ജനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തിപരമായി എന്ത് പറയും? എനിക്ക് വേണ്ടിയാണ് ജനിച്ചത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സാർവത്രികത ഇവിടെ തന്നെ സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷകളിലേക്ക് വരുമ്പോൾ അതെല്ലാം എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഈ വലിയ സത്യം കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ എത്രയോ വട്ടം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. വളരെ പരിചയമുള്ളൊരു വാക്യം ഞാനങ്ങ് പറഞ്ഞു പോകാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമ്മൾ സാധാരണ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പ്രസംഗം പറയുമ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളതായ വാക്കാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ, അടുത്ത വാക്കെന്താണ്? നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. അപ്പോൾ നമ്മുടെ കർത്താവ് ആ ആഹ്വാനം നൽകുമ്പോൾ ആരെയും അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൂതനത് പ്രഖ്യാപിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ആ കാര്യം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ ഈ സുവിശേഷം സകലർക്കും ഉള്ളതാണ് എന്നുള്ളതായ ഈ ലളിതമായ സത്യമെങ്കിലും ആ സത്യത്തിൻ്റെ മഹത്വം നമുക്ക് ഇവിടെ ഓർക്കാനായിട്ട് കഴിയട്ടെ. നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളൊരു വാക്യം ഞാൻ ചേർത്ത് പറയുകയാണ്, ഇതെല്ലാവർക്കും ഉള്ളതാണ്, സർവ്വജനത്തിനും ഉള്ളതാണ്. പക്ഷേ ഇന്ന് സർവ്വജനത്തിനും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോൾ നന്ദിയോടെ ഓർക്കാറുള്ളൊരു വാക്യം, കർത്താവ് പറഞ്ഞൊരു വാക്യം ഓർക്കാറുണ്ടല്ലോ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ജനിച്ചു എന്നുള്ളതായ ആ വലിയ സത്യത്തെ വ്യക്തിപരമായി തിരിച്ചറിയാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഇനി പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ സത്യം വളരെ വിശദമായി ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ആവർത്തിക്കപ്പെടുന്ന എല്ലാ വാക്കുകളും നമ്മൾ ഓർക്കുന്നില്ല. പ്രസക്തമായ 1-2 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് ഓർപ്പിച്ച് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം തുടങ്ങുമ്പോൾ ഇത് കാര്യം സർവ്വജനത്തിലും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നുള്ളതായ സത്യമൊക്കെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതായിരുന്നെങ്കിലും പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു വിചാരം ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നോ? ഇല്ല. അവരിത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതായ ഒരു കാര്യമാണ് എന്ന ചിന്തയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 10-ാം അധ്യായത്തിൽ എത്തുന്നത് വരെ ഇവർ വേറെ ആരോടും ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിച്ചതെല്ലാം യഹൂദന്മാരോടാണ്. പിന്നെ അവരെ കുറ്റപ്പെടുത്താൻ ആവശ്യമില്ല. കാരണം കർത്താവ് ആദ്യം കൊടുത്ത കൽപ്പനയുടെ മഹത്വം അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഓർത്തു, കർത്താവ് ഇവരോട് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും അത് അവർക്ക് വേണ്ട പോലെ അങ്ങ് മനസ്സിലാകാനിടയായി തീർന്നില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നാവുന്നതായൊരു കാര്യമാണ്.
ഇപ്പോൾ നമുക്കിത് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ നിങ്ങൾ ഭൂലോകത്തിലേക്ക് എല്ലായിടത്തും പോകണം, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവർക്ക് കൽപ്പന കൊടുത്തെങ്കിലും തുടക്ക നാളുകളിൽ അതിൻ്റെ അർത്ഥം ശരിയായിട്ട് ഉൾക്കൊണ്ട് അനുസരിക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് തന്നെ സാധിച്ചില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ഈ 10-ാം അധ്യായം വരെ ഈ കൃപയിലേക്ക് വന്നവരിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഷണ്ണന് മാത്രമാണ്. ഷണ്ണനൊരു പുറജാതിക്കാരനായിരുന്നെങ്കിലും യഹൂദ മതാനുസാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിലിപ്പോസ് വളരെ സ്പെസിഫിക്കായിട്ട് ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോകണം എന്ന് പറഞ്ഞ് അയച്ചു. അങ്ങനെ ഷണ്ണനെ കാണാനിടയായിട്ട് തീർന്നു. അപ്പോൾ യഹൂദ മതാനുസാരിയായ ഷണ്ണനോട് ഈ കാര്യം യെരുശലേമിൽ പോയി നമസ്കരിച്ച് വരുന്ന ആളോട് പറയാൻ ഫിലിപ്പോസിനൊരു പ്രയാസം ഉണ്ടായില്ല എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓർത്ത ഒരു വലിയ സത്യമുണ്ട്. കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണെങ്കിലും ശിഷ്യന്മാർക്ക് പോലും അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും തുടക്കത്തിൽ അത് മനസ്സിലാകാതെ പോയി എന്നുള്ളതും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു സത്യമുണ്ട്. നമ്മോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിരിക്കുമ്പോഴുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തരത്തക്കവണ്ണം വളരെ വിനയത്തോടെ കർത്താവിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 10-ാം അധ്യായത്തിലെ ചരിത്രം നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് നമ്മളത് വായിച്ച് വിശകലനം ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ കാര്യത്തിലൊരു വ്യത്യാസം വരുത്തേണ്ടതിന് വേണ്ടി പത്രോസിന് കർത്താവ് വേറിട്ടൊരു ദർശനം കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ ദർശനത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതുന്നു. ഒരു യഹൂദൻ എന്ന നിലയിൽ പത്രോസിന് നിഷിദ്ധമാണെന്ന് ബോധ്യമുള്ളതായ, അശുദ്ധമാണെന്ന് ബോധ്യമുള്ളതായ ജന്തുക്കളെയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പത്രോസിനോടൊരു കൽപ്പന പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് അറുത്ത് തിന്നുക. അപ്പോൾ അത് പത്രോസിന് വലിയൊരു ഷോക്കായിരുന്നു. കർത്താവ് കൊടുത്ത ഈ മഹാനിയോഗത്തിൻ്റെ കൽപ്പന ഓർത്താൽ അങ്ങനെ ഷോക്ക് പോകുന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരുടെ മനസ്സിലുണ്ടായിരുന്നതായ ആ ധാരണ അത് ഉൾക്കൊള്ളത്തക്കവണ്ണം തടസ്സമായി തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ചില ധാരണകൾ ചില വിഷയങ്ങളിലുണ്ടെങ്കിൽ വചനം എത്ര കൃത്യമായിട്ട് മനസ്സിലായാലും അതിനെ അങ്ങ് മറികടക്കാനായിട്ട് പ്രയാസം ഉണ്ടാകാവുന്നതാണ്. ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുകയാണ്. പത്രോസിനോട് പിന്നെ കർത്താവ് ഈ ദർശനം കൊടുത്തിട്ട് ഈ വിഷയത്തിൽ വ്യക്തമായൊരു ബോധ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിമിതികളെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ എല്ലാ വിധേയത്വത്തോടും കൂടി കർത്താവെ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്നുള്ളതായ അനുസരണ മനോഭാവത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. അപ്പോൾ പത്രോസിനെ അത് പഠിപ്പിച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ വന്ന് പത്രോസിനെ വിളിക്കുന്നു. അവരോടുകൂടെ പത്രോസ് പോകുന്നു. പിന്നെ പ്രവൃത്തികളുടെ ദിവസം 10-ാം അധ്യായത്തിന് 34 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ ജനത്തോട് പത്രോസ് പറയുന്ന ആ പ്രസംഗമാണ് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസംഗം ഒരുപക്ഷെ അത് മുഴുവനും അതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. കാരണം അതുപോലെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് പറയാവുന്ന കാര്യങ്ങളാണ് അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വളരെ വിശദമായിട്ട് അവിടെ പത്രോസ് പ്രസംഗിച്ച കാര്യമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ, സുവിശേഷത്തിൻ്റെ ആ സാർവത്രികതയാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ ഏറ്റവും പ്രധാനമായി ആദ്യം വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു പോകാം.
10-ാം അധ്യായത്തിന് 34-35 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ പത്രോസ് ഒരു പുതിയ ആവേശത്തിലായിരിക്കാം ഈ പ്രസംഗം അവിടെ പറയുന്നത്. കാരണം അങ്ങോട്ട് വരുന്നത് വരെ ഈ കാര്യം ആർക്കും മറഞ്ഞിരുന്നതാണ്. ഈ യാത്രയ്ക്ക് കൊർന്നേലിയോസിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് വരെ ഇതാർക്കും പറഞ്ഞിരുന്ന കാര്യമാണ്, പത്രോസിനും മറഞ്ഞിരുന്നതായ കാര്യമാണ്. അപ്പോൾ ആ മറഞ്ഞിരുന്ന ഒരു കാര്യം തനിക്ക് മനസ്സിലായി എന്നുള്ളതായ ആ വലിയ ഉത്സാഹത്തിലാണ് ഈ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്യത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഇതിൽ 1-2 വാക്കുകൾ ഓർക്കാനിടയായിട്ട് തീർന്നു. 34-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. അത് വേദപുസ്തകത്തിൽ പൊതുവെ വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പോകേണ്ടതായ ആവശ്യമില്ല. യാക്കോബ് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷം ഇല്ലാത്തതുകൊണ്ട് നമുക്കും എന്തുണ്ടാകാൻ പാടില്ല, മുഖപക്ഷം പാടില്ല. മുഖപക്ഷം അത് വരുന്നത് പാപമാണ് എന്നുള്ളതായ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സുവിശേഷവൽക്കരണത്തിൽ ഈ വാക്ക് അതിൻ്റെ എല്ലാ ഗൗരവത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് എന്നുള്ളതായ ആ വലിയ സത്യം ഇവിടെ പത്രോസ് ഒരു പുതിയ ഉൾക്കാഴ്ചയോട് കൂടി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാക്ക് ഒന്ന് നോക്കിപ്പോകാം. ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പോൾ പത്രോസ് അവിടെ പറയുന്നത് എനിക്ക് പോലും ഇത് അറിയാവുന്നൊരു കാര്യം ആയിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ കർത്താവ് ഈ വിഷയം പഠിപ്പിച്ചു എന്നുള്ളതായ കാര്യം പത്രോസ് വ്യക്തമാക്കിക്കൊണ്ട് ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നുള്ളതായ വാക്കുകളിലൂടെ താൻ പുതുതായിട്ട് മനസ്സിലാക്കിയതായ ആ സത്യത്തോടുള്ളതായ തൻ്റെ ആ സമർപ്പണവും ആവേശവും വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ വിഷയം ഇങ്ങനെ ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ഇടയായിട്ട് തീരുമ്പോൾ നമുക്ക് ഈ വലിയ നിയോഗത്തിൻ്റെ കാതലായിട്ടുള്ളതായ പാഠത്തിൻ്റെ മഹത്വം യഥാർത്ഥമായിട്ടും ഗ്രഹിച്ച് അത് ഉൾക്കൊണ്ട് നാം യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നുള്ളത് വാക്കുകളിൽ വന്നാൽ പോരല്ലോ, പിന്നെ അത് പ്രവൃത്തിയിൽ നമ്മുടെ അധ്വാനത്തിൽ അത് വെളിപ്പെടുമാറ് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് തന്ന ഈ കൽപ്പന ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് കർത്താവ് കൽപ്പിക്കാനിടയായിട്ട് തീർന്നപ്പോൾ അതിൻ്റെ ആ നിയോഗം അതിൻ്റെ എല്ലാ ഗൗരവത്തിലും ഉൾക്കൊണ്ട് പ്രായോഗികം ആക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇനി എൻ്റെ 35-ാം വാക്യം 34-35 നമ്മൾ വായിച്ചത്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഈ പ്രസംഗത്തിൽ ഒരിക്കൽ കൂടി പത്രോസ് അത് എടുത്ത് പറയുന്നുണ്ട്, അവൻ എല്ലാവരുടെയും കർത്താവാണ്. അപ്പോൾ അവിടെ ആ പ്രസംഗത്തിൽ തന്നെ യേശുക്രിസ്തു എല്ലാവരുടെയും കർത്താവാണ് എന്ന് പറഞ്ഞതിലൂടെ ദൈവം തന്നെ പഠിപ്പിച്ചതായ ഈ വലിയ സത്യം അവിടെ പത്രോസ് ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അറിയിക്കുന്ന സുവിശേഷം അത് സകല സൃഷ്ടികളോടും പറയേണ്ടുന്ന പ്രസംഗിക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളതായ കാര്യം
അതിൻ്റെ പ്രാധാന്യത്തിൽ ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പ്രസംഗത്തിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ നിവൃത്തിയുടെ രണ്ടാം ഭാഗമായിരുന്നു അത്. ആ വാക്യം നമ്മൾ വായിക്കണ്ടല്ലോ, നമുക്കറിയാമല്ലോ. പത്രോസിനോട് പറഞ്ഞായിരുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. അപ്പോൾ അവിടെ ആ താക്കോൽ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ഉപയോഗിച്ചു. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 പേര് സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇവിടെ ആ താക്കോൽ ആർക്ക് വേണ്ടി പത്രോസ് ഉപയോഗിക്കുകയാണ്? പുറജാതികൾക്ക് വേണ്ടി ആ താക്കോൽ ഉപയോഗിക്കുകയാണ്. എത്ര പേര് അന്ന് പ്രവേശിച്ചു എന്ന് നമുക്കറിയാൻ പാടില്ല. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ എത്ര പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഈ കണക്ക് എന്തുകൊണ്ടോ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നില്ല. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഈ കൃപയിലേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാനൊരു വലിയ സത്യം പറയാൻ വേണ്ടി ആ ഭാഗം എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ സന്ദേശം സ്വീകരിച്ച് അവർ സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനയൊരു വാചകം പറയട്ടെ. അനേകർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ശുശ്രൂഷയാണ് സുവിശേഷ പ്രസംഗം. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള, അത് പത്രോസിന് മാത്രം കൊടുത്ത അധികാരമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അധികാരം കൊടുത്തിരുന്നു എന്ന് നാം കാണുകയാണ്. അത് ശിഷ്യന്മാർക്ക് മാത്രം ഒതുങ്ങി നിന്നതല്ല, പിന്നെ ആർക്കും തന്നിട്ടുണ്ട്, നമുക്കും തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് എത്ര പ്രധാനപ്പെട്ടതായൊരു ശുശ്രൂഷയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യം എന്തോ ഒരു ഉത്സാഹത്തോടു കൂടി നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം ഇവിടെ ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാനൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. സുവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ വന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഉള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും സുവിശേഷം വിശ്വാസികൾ പങ്കിടുമായിരുന്നു എന്നുള്ളത് പിതാക്കന്മാരിൽ നിന്നൊക്കെ ധാരാളം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഏർപ്പെടുന്ന ഓരോ ജീവിത വ്യാപാരങ്ങളിലും നമ്മൾ സന്ധിക്കുന്ന ആളുകളോട് സുവിശേഷം പങ്കിടാനായിട്ട് ഉള്ളതായ വലിയ ഉത്സാഹം നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. പൗലോസ് പറയുന്നൊരു വാക്ക് ഇവിടെ ചേർത്ത് ഓർക്കാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന എൻ്റെ പിതാവിൻ്റെ സഹോദരിയെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ സഹോദരിയോട് സുവിശേഷം ഒരു സഹോദരൻ പറഞ്ഞത് വൈക്കോല് വാങ്ങാനായിട്ട് വീട്ടിൽ വന്ന കൂട്ടത്തിലാണ്. വൈക്കോല് വാങ്ങാൻ വന്ന കൂട്ടത്തിൽ സുവിശേഷം കൂടെ പറഞ്ഞിട്ടാണ് വൈക്കോല് വാങ്ങിക്കൊണ്ട് പോയത്. അപ്പോൾ ആ സുവിശേഷം കേട്ടാണ് മാതാവ് കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുമൊക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ ഈ സുവിശേഷം പറയേണ്ടതിനു വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതായ വലിയ ആവശ്യകത ദൈവാത്മാവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ സുവിശേഷത്താൽ ചില സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ സുവിശേഷത്തിൻ്റെ മഹത്വമാണ്. ഇതിലൊക്കെ നമുക്കെല്ലാവർക്കും തന്നെ കുറവുകൾ ഉണ്ട്. ആ കുറവുകളെ മനസ്സിലാക്കാനും അത് തിരുത്താനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷം പറയുന്നതിന് അങ്ങനെ ഒത്തിരി വേദപുസ്തക ജ്ഞാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എനിക്കങ്ങനെ വേദപുസ്തകത്തിന് വലിയ അറിവില്ലാത്തതുകൊണ്ട് പറയാൻ പ്രയാസമാണെന്നൊക്കെ
പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ എൻ്റെ വിശദീകരണത്തേക്ക് വരുമ്പോൾ ഇനിയും പറയുമായിരിക്കാം. ഏറ്റവും ലളിതമായി ഒന്നും അറിയാതെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിച്ച ഒരാൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? സൗഖ്യം പ്രാപിച്ച കുരുടൻ. അവൻ പറഞ്ഞു, അവൻ്റെ വിശ്വാസമൊക്കെ അവരെ വലിയ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാണ്. അവൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ഇതാർക്കാ പറയാൻ പാടില്ലാത്തത്? ഞാൻ പാപിയായിരുന്നു, കർത്താവ് എനിക്ക് പാപമോചനം തന്നു. അവിടെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ കാര്യം നിർവഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതായ വളരെ വിലപ്പെട്ടതായ ശുശ്രൂഷയായിട്ടാണത് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് നൽകിയ നിയോഗത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് എത്രയോ സഹോദരി സഹോദരന്മാർ ആ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് കഴിഞ്ഞ നാളുകളിൽ അത് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവ് നമുക്കതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി ലേഖനങ്ങളിലേക്ക് വരുമ്പോഴും ഈ സത്യം, സുവിശേഷത്തിൻ്റെ സാർവത്രികത വളരെ ആവർത്തിച്ച് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാം എന്ന് കരുതുന്നു. നമുക്ക് നല്ല പരിചയമുള്ള വേദഭാഗമാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ സത്യം എത്രയോ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. ആ വാക്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ഒന്ന് വായിച്ച് പോകാം. 2-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ അവിടെ ഈ സുവിശേഷത്തിൻ്റെ സാർവത്രികത ദൈവത്തിൻ്റെ ദാസൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3 വാക്യങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞത്. 4-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണ്, എനിക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. ആ വാക്യത്തെ അധികരിച്ചുള്ളതായൊരു ചെറുപുസ്തകം നമ്മൾ സുവിശേഷ വേലയിൽ വിതരണം ചെയ്യാനിടയായിട്ട് തീരുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ഇച്ഛ എന്താണ് എന്നുള്ളത് ആ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ആരൊക്കെ രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം? സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ സാർവത്രികതയിൽ ഈ സത്യം അപ്പോസ്തലനായ പൗലോസ് എത്ര മനോഹരമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ അത് എല്ലാവരോടും അറിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാതലായൊരു കാരണം ഇവിടെ നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. പിന്നെ അവിടെ തന്നെ നമുക്ക് എൻ്റെ 2-ാമത്തെ കാര്യം കൂടി കാണാൻ കഴിയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട സകലരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. നമുക്ക് വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്കൊന്നും എല്ലാവർക്കും ഒന്നും എത്താനായിട്ട് സാധിക്കുകയില്ല. അത് എത്തണവരെത്തിക്കോട്ടെ, അത് എന്നെക്കൊണ്ട് കഴിയുകയില്ല എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. ഈ ചിന്ത ആര് തരുന്നതായിരിക്കും? അത് പിശാചി തരുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവർ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണം. അതാണ് ദൈവം തൻ്റെ എല്ലാ മക്കളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഒത്തിരി പറയേണ്ടതില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഈ സത്യത്തിൻ്റെ മുമ്പിൽ ഈ ലേഖനത്തിൽ ഒരു വാക്യം ഒന്ന് കണക്ട് ചെയ്യാറുണ്ട്. സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. ഈ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം നമുക്കെല്ലാം മനപ്പാടം അറിയാം, വായിക്കണമെന്നില്ല.
താമസിച്ചു പോയാലോ? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അപ്പോൾ ഈ വാക്യവും ഈ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും തമ്മിൽ സാരമായൊരു ബന്ധമുണ്ട്. സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. ഒരു പ്രാദേശിക സഭയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രാദേശിക സഭയെക്കുറിച്ചാണ് പറയണമെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നടക്കേണ്ടത് സാർവത്രിക സഭയിലല്ല, പിന്നെ നമ്മെ ആക്കിയിട്ടുള്ള പ്രാദേശിക സഭയിലാണ്. അപ്പോൾ ആ സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ ഒരു പ്രാദേശിക സഭയുടെ സജീവ അംഗത്വത്തിലേക്ക് സ്നാനപ്പെടുമ്പോൾ വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സഭയോടുള്ള സജീവമായ ബന്ധം സൂക്ഷിക്കുന്നവർക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, കുഞ്ഞുങ്ങളുണ്ടാകാനും വളരാനും ഒക്കെയുള്ള ദൈവത്തിൻ്റെ സ്ഥാപനമാണ് കുടുംബം. അതുപോലെ ആത്മീയമായിട്ട് ആളുകൾ വീണ്ടും ജനിക്കാനും വീണ്ടും ജനിച്ചവർ ദൈവകൃപയിൽ വളരാനുമുള്ള ദൈവിക സ്ഥാപനം ഒരു പ്രാദേശിക സഭയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കുക, നമ്മൾ മഹാനിയോഗത്തിലേക്ക് മടങ്ങി വരുന്ന പോലെ തന്നെ ഇതിലൊക്കെ നമുക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ടെങ്കിൽ, അലസത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് പരിഹരിച്ചാലേ എന്ത് സാധിക്കുകയുള്ളൂ? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ കണ്ടെത്താനും പരിഹരിക്കാനും ഒക്കെ ഉള്ള ആവശ്യകതയാണ് ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അടുത്ത വാക്യത്തിൽ നാം കാണുന്നൊരു കാര്യം, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാരാണ് എന്ന് പറയുകയാണ്. ഏക മധ്യസ്ഥനാരാണ്? യേശുക്രിസ്തുവാണ്. അത് ഈ വിഷയവുമായിട്ട് ഉള്ള ബന്ധം ഞാൻ ഇന്ന് പകലാണ് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെങ്കിൽ ദൈവത്തോടുള്ള ഏറ്റവും ശരിയായ ബന്ധത്തിലേക്ക് ഏവർക്കും വരാൻ ഈ വഴിയിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെടാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധമുണ്ടാകുമ്പോൾ ആ ബന്ധം സജീവമായി സൂക്ഷിക്കത്തക്കവണ്ണം എല്ലാവർക്കും ആ ബന്ധം സജീവമായി സൂക്ഷിക്കാൻ ഈ മധ്യസ്ഥനിലൂടെ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഈ വലിയ സത്യത്തിൽ നിന്ന് വളരെ സങ്കടകരമായ വ്യതിചലനം വ്യാപകമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് അനേകർ രക്ഷിക്കപ്പെടാനും സാധിക്കുന്നില്ല, പിന്നെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്താൻ കഴിയുകയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതായ ആവശ്യമില്ലല്ലോ. പിശാച് അനേകരെ വഴിതെറ്റിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ സുവിശേഷത്തിൻ്റെ സാർവത്രികത 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ അതോട് ചേർന്നുള്ള സത്യവും വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അടുത്ത വാക്യത്തിലെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. അല്പം വിശദീകരണം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ആഗ്രഹിക്കുക. അടുത്ത വാക്യം 4-ാം വാക്യത്തിൽ പറഞ്ഞൊരു സത്യത്തിൻ്റെ വളരെ ശക്തമായൊരു അടിസ്ഥാന സത്യം വെളിപ്പെടുത്തുന്ന വാക്യമാണ്. ആ മധ്യസ്ഥൻ ആരാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ ഞാൻ ഒരു വാചകം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും വേണ്ടി കർത്താവ് തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തിരിക്കുക. അതാ വാക്യത്തിൽ ഊന്നിപ്പറയുകയാണ്. പക്ഷെ ഈ മറുവിലയായിട്ട് കൊടുത്തു എന്നുള്ളത് അറിയാതെ ഇരിക്കുമ്പോൾ ആ മറുവിലയെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? പ്രയോജനപ്പെടുത്താൻ പറ്റുകയില്ല. കാര്യം 2 മിനിറ്റ് ഞാനെടുത്തൊരു ഈ കഴിഞ്ഞ മാസത്തിൽ ഞാൻ കേട്ടതായ ഒരു കാര്യം ഒന്ന് ചേർത്ത് പറയുകയാണ്. ഇതോട് ചേർത്ത് എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യമാണ്. ഒരു കല്യാണ പ്രസംഗത്തിലാണത് കേട്ടത്. ഈ മറുവില കൊടുത്തു എന്ന് പറഞ്ഞാലും
അതറിയാതിരുന്നാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകുകയില്ല. ഒരു ദൈവദാസൻ പറഞ്ഞത് വേദിയിൽ കേട്ടതാണ് കേട്ടോ. ഒരു കുടുംബം വല്ലാത്ത കടക്കെണിയിൽ അകപ്പെട്ടു. അവർ വീട് ജപ്തിക്കായിട്ടുള്ള നോട്ടീസ് വന്നു. പക്ഷേ അവർ വല്ലാത്ത സങ്കടത്തിലാണ്. ഇപ്പോൾ വീട്ടുകാരൻ, നമ്മുടെ എറണാകുളം ജില്ലയിൽ സംഭവിച്ചൊരു കാര്യമാണ്, സ്ഥലപ്പേര് പറയുന്നില്ല. വീട്ടുകാരൻ തൻ്റെ നാട്ടിലൊക്കെ പോയി അത്യാവശ്യം പണമൊക്കെ വാങ്ങാവുന്നവരോടൊക്കെ വാങ്ങി 2-3 ദിവസം കൊണ്ട് അദ്ദേഹം വന്ന് ബാങ്കിൽ ഈ പൈസയും അടച്ച് വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ ഭാര്യ, ഒത്തിരി പേരവിടെ കൂടിയിട്ടുണ്ട്, ഭാര്യ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യം, കടമൊക്കെ വീട്ടിയിട്ടാണ് ഈ ഭർത്താവ് വന്നത്. പക്ഷേ ഈ ഭാര്യ അത് അറിയാത്തത് കൊണ്ട്, കടം വീട്ടിൽ നിന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഈ കടുങ്കൈ അവൾ ചെയ്യുമായിരുന്നില്ല. അറിയാത്തത് കൊണ്ട് അവൾ നിരാശയിൽ ഇത് ചെയ്യാനിടയായിട്ട് തീർന്നു. എന്നിട്ട് ആ ദേവദാസനൊരു സത്യം പറഞ്ഞു, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മറുവിലയായിട്ടുണ്ട്, എല്ലാ കടവും കൊടുത്ത് തീർത്തിട്ടുണ്ട്. പക്ഷെ ഇതറിയാത്തത് കൊണ്ട് എന്തോരം ആളുകളാണ് ഇപ്പോഴും നിരാശയിൽ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതെന്ത് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമായിട്ടിരിക്കുന്നു. എത്ര അത്യാവശ്യമായൊരു ഉത്തരവാദിത്തമാണ് ഈ ശിഷ്യന്മാരെ കർത്താവ് പരമേൽപ്പിച്ചത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയിട്ടുള്ള ഈ കൽപ്പന, പോയി പ്രസംഗിക്കുക എന്നുള്ളതായ ഈ കൽപ്പനയോട് എല്ലാ കൃത്യതയിലും നമുക്ക് നമ്മുടെ തലമുറയിൽ ഉത്തരവാദിത്വം നിർവഹിക്കത്തക്ക വേണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിലുള്ള കുറവുകളെ പരിഹരിക്കാനുള്ള പ്രാർത്ഥനാപൂർവമായ സമർപ്പണത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീരട്ടെ. ഈ ആലോചനകൾ അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.